സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 14-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമുക്കിവിടെ മനനം ചെയ്യേണ്ടതായിട്ടുള്ളത്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണെന്ന് വെച്ചാൽ, ദേഹിക്ക് ഈ ദേഹത്തിൽ കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ അവസ്ഥകൾ ഉള്ളതുപോലെ തന്നെയാണ് ദേഹാന്തര പ്രാപ്തിയും വരുന്നത് എന്നാണ് പറഞ്ഞത്. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും എന്നർത്ഥം. അതേപോലെ തന്നെയാണ് ഈ 14-ാമത്തെ ശ്ലോകത്തിൻ്റെയും പ്രാധാന്യം എടുത്ത് പറയുന്നത്. ഇങ്ങനെ ഒന്നും സ്ഥിരമായിട്ടുള്ളതല്ല, അതിലിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒക്കെ ഒരു മനുഷ്യനിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പോലെ ആ ശരീരത്തിന് മാറ്റം വരുന്നത് പോലെ പുതിയ ശരീരം സ്വീകരിച്ചിട്ട് ആ ആത്മാവ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ ആത്മാവിനൊരു മാറ്റവും വരുന്നില്ല. ഇനി ഈ ഒരു ശ്ലോകത്തിൽ എന്താണ് പറയുന്നതെന്ന് കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ആ ഒരു ശ്ലോകം വളരെ മനോഹരമായിട്ട് നമ്മുടെ രാധിക മോളിവിടെ ചൊല്ലിയിട്ടുണ്ട്. അത് ഏതാണെന്ന് നമുക്ക് കേട്ടതിന് ശേഷം അതിൻ്റെ അന്വയാർത്ഥം കേൾക്കാം. ആ അന്വയാർത്ഥത്തിന് ശേഷം അതിൻ്റെ ഒറ്റനോട്ടത്തിലുള്ള അർത്ഥം മനസ്സിലാക്കണം. അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറി നോക്കാം. ഏതായാലും ആ ശ്ലോകം കേൾക്കുക. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 14. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖദുഃഖദാ ആഗമാപായിനോ നിത്യാ താം സ്ഥിതിക്ഷസ്വ ഭാരത. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖദുഃഖദാ ആഗമാപായിനോ നിത്യാ താം സ്ഥിതിക്ഷസ്വ ഭാരത. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖദുഃഖദാ ആഗമാപായിനോ നിത്യാ താം സ്ഥിതി. എല്ലാവരും കേട്ടല്ലോ. നമ്മുടെ രാധിക മോള് വളരെ മനോഹരമായിട്ടാണ് ചൊല്ലിയിട്ടുള്ളത്. ഭഗവത്ഗീത പാരായണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ തരത്തിൽ രാധിക മോളുടെ ആ ഓരോ പദങ്ങളും മുറിച്ചു കൊണ്ടുള്ള വായന കേട്ടാൽ തന്നെ വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഏതായാലും നമുക്കിതിൻ്റെ അന്വയ അർത്ഥം എന്താണെന്ന് നോക്കാം. ഇവിടെ പറയുന്നു കൗന്ദേയ എന്ന് വിളിക്കുന്നു. കൗന്ദേയ എന്ന് പറയുമ്പോൾ ഹേ കുന്തിപുത്ര എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു മാത്രാസ്പർശാത്തു എന്ന് വെച്ചാൽ ഇന്ദ്രിയ വിഷയബന്ധങ്ങളാകട്ടെ ശീതോഷ്ണ സുഖദുഃഖത. അതിൻ്റെ അർത്ഥം ശീതോഷ്ണ സുഖദുഃഖങ്ങളെ ഉണ്ടാക്കുന്നവയും ആഗമപായിന. ആഗമാപായിന എന്ന് വെച്ചാൽ വന്നും പോയും ഇരിക്കുന്നവയാണ്. അനിത്യ, അനിത്യങ്ങളാണ് എന്ന് വെച്ചാൽ സ്ഥിരതയില്ലാത്തതാണ്. തസ്മാത്, അതുകൊണ്ട്, ഭാരത, അല്ലയോ ഭാരത. ഭാരത എന്ന് പറയുന്നത് ഇവിടെ അർജുനനെയാണ് എന്ന് മനസ്സിലാക്കണം. കാരണം ഭരതൻ്റെ വംശത്തിൽ ജനിച്ചത് കൊണ്ടാണ് ഭാരത എന്നുള്ള ഒരു പേര് അർജുനന് വന്നിട്ടുള്ളത്. താൻ എന്ന് വെച്ചാൽ അവയെ, തിദിക്ഷസ്വ നീ സഹിക്കണം എന്ന് പറയുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഒറ്റനോട്ടത്തിലുള്ള അർത്ഥം എന്താണെന്ന് നോക്കാം. അത് ഇപ്രകാരം പറയുന്നു. അല്ലയോ കൗന്ദേയ, ഇന്ദ്രിയ വിഷയ സ്പർശങ്ങൾ ശീതോഷ്ണ സുഖദുഃഖങ്ങളെ നൽകുന്നവയാണ്. അവയാകട്ടെ വന്നും പോയും കൊണ്ടിരിക്കുന്നതാണ്, അനിത്യങ്ങളാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഭാരത നീ അവയെ സഹിച്ചാലും. ഇതാണ് അതിൻ്റെ ഒറ്റ നോട്ടത്തിലുള്ള അർത്ഥം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറി നോക്കുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ദ്രിയ വിഷയങ്ങൾ അവ സ്പർശനം. കാരണം ഇന്ദ്രിയ വിഷയ സ്പർശങ്ങൾ നമുക്കറിയാലോ. എന്താണ് ഇന്ദ്രിയ വിഷയങ്ങൾ?
5 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. ഇതിൽ നമ്മൾക്ക് ഏറ്റവും ഉപകാരത്തിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതാണ് 5 ഇന്ദ്രിയങ്ങളായിട്ടുള്ള കണ്ണ്. ഈ കണ്ണിലൊന്നാണ് കാണാൻ ഉപയോഗിക്കുന്നു, അത് പക്ഷേ സ്പർശനത്തിലൂടെ അല്ല അറിയുന്നത്. ചെവിയുണ്ട്, ചെവി ഒരു ഇന്ദ്രിയമാണ്, അത് കേൾക്കാൻ ഉപയോഗിക്കുന്നു, അത് സ്പർശനത്തിലൂടെയല്ല അറിയുന്നത്. നാക്കുണ്ട്, നാക്ക് രുചിയാണ്, അത് സ്പർശനത്തിലൂടെയാണ് അറിയുന്നത്. അപ്പോൾ കണ്ണ്, ചെവി, നാക്ക്. ഇനി മൂക്ക് മണത്താണ് അറിയുന്നത്, സ്പർശനത്തിലൂടെയല്ല. പിന്നെയുള്ളത് തൊലിയാണ്, ഇത് സ്പർശനത്തിലൂടെ മാത്രമേ അറിയൂ. അപ്പോൾ ഈ സ്പർശനത്തിലൂടെയുള്ള ഉണ്ടല്ലോ ഇന്ദ്രിയങ്ങൾ 5 തരത്തിലുണ്ട്. ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കും. ഈ ഇന്ദ്രിയങ്ങളാണ് നമ്മളെ നന്മയിലേക്കും തിന്മയിലേക്കും കൊണ്ടുപോകുന്നത്. പലതും നമ്മളെ വഴിതെറ്റിക്കുന്നത് ഈ ഇന്ദ്രിയങ്ങളാണ്. അത് ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇനിയും പറയാനുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഇപ്പം വരണ്ട. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളെ വളരെയേറെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ അതിൽ സ്പർശനമായിട്ടുള്ള വിഷയങ്ങൾ അതിൽ പ്രധാനമാണ് ത്വക്കുകൊണ്ടറിയുന്ന സ്പർശന സുഖങ്ങൾ. അപ്പോൾ അതിലൊന്നാണ് നമുക്കറിയാം, ശീതവും ഉഷ്ണവും, തണുപ്പും ചൂടും ഈ തൊലിയിലൂടെയാണ് അറിയുന്നത്. ആണല്ലോ, ഉറപ്പാണല്ലോ. അപ്പോൾ ഇത് നമ്മൾക്ക് കിട്ടുമ്പോൾ അവസരത്തിൽ എനിക്കിപ്പം നല്ല മഴയും അല്ലെങ്കിൽ നല്ല തണുപ്പുള്ളൊരു സ്ഥലത്താണ് ഞാനുള്ളതെങ്കിൽ എനിക്ക് അവിടെ തണുപ്പായിട്ടാണ് എൻ്റെ ഇതറിയുക. അത് സ്ഥിരമായിട്ടുള്ളതല്ല. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ വെയിൽ വന്നു കഴിഞ്ഞാൽ അതെനിക്ക് ചൂടായിട്ട് മാറും. അപ്പോൾ ഇപ്പോഴത്തെ തണുപ്പ് കുറച്ച് കഴിഞ്ഞാൽ ചൂടായിട്ട് തീരും. എന്നാൽ ചില ആൾക്കാർക്ക് വളരെ തണുപ്പൊന്നും പ്രശ്നമില്ലാത്ത ആൾക്കാരുണ്ട്. അവർക്ക് എനിക്ക് തണുപ്പുണ്ടാകുമ്പോൾ അവർക്ക് തണുപ്പുണ്ടാവണമെന്നില്ല, അവർക്കത് ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതുകൊണ്ട് അവർക്കതൊരു ചൂടായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുക. അതീവ ശൈത്യമുള്ളിടത്താകുമ്പോൾ അവർക്കത് തണുപ്പായിട്ട് ബാധിക്കും. ഇനി വേറൊരു വസ്തു നമ്മൾ ഉപയോഗിക്കുന്ന വസ്തു വന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് ഇത് തണുപ്പും ചൂടും നമ്മൾ അന്തരീക്ഷത്തിലൂടെ നമ്മൾ തൊലി അറിയുന്നത് എന്ന് ഉപയോഗിക്കുന്ന ചില വസ്തുക്കളുണ്ട്. ഉദാഹരണത്തിന് നല്ല തണുപ്പുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ചൂടുള്ള സ്ഥലം, നമ്മുടെ കേരളം പോലുള്ള അല്ലെങ്കിൽ ഒരു ചൂടുള്ള സ്ഥലത്ത് നമ്മൾ ഒരു തണുത്ത വെള്ളം എടുത്തു നിൽക്കട്ടെ, അല്ലെങ്കിൽ കിണർന്നെടുത്ത ഉടനെയുള്ള പച്ചവെള്ളം എടുത്തു. ആ ചൂടുള്ള സമയത്ത് ഈ തണുത്ത വെള്ളത്തിൽ നമ്മൾ കുളിച്ചാൽ നമുക്ക്, അല്ലെങ്കിൽ ഈ പച്ചവെള്ളത്തിൽ കുളിച്ചാൽ നമുക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടും. ഉറപ്പാണ്, യാതൊരു മാറ്റമില്ല. ചൂടുള്ള സമയത്ത് കിണറിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് നമ്മുടെ ശരീരത്തിലേക്ക് ഒഴിച്ചാൽ നമുക്ക് ഉണ്ടാകുന്നത് തണുപ്പാണ്. എന്നാൽ ഈ കിണറ്റിലെ വെള്ളം നമ്മൾ ബക്കറ്റിലെടുത്തു, അതിനൊരു മാറ്റവും വരാതെ അതിൻ്റെ ചൂടോ തണുപ്പോ കുറയാതെ അതേപോലെ നിലനിർത്തുന്ന ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഹിമാലയത്തിലേക്ക് പോയി നിൽക്കട്ടെ, അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്നിരിക്കട്ടെ, നല്ല കുളിരുള്ള സ്ഥലത്താണ് ഇരിക്കട്ടെ, ഭയങ്കര തണുപ്പുള്ള സ്ഥലം. അവിടെ നിന്ന് ഈ വെള്ളം എടുത്ത് നമ്മുടെ ശരീരത്തിലേക്ക് ഒഴിച്ചാലുള്ള അവസ്ഥ എന്താണ്? നമുക്ക് ഇളം ചൂടായിട്ടാണ് തോന്നുക. ചൂടുള്ള സ്ഥലത്ത് നിന്ന് ഒരിക്കലും നമുക്ക് തണുപ്പായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പുള്ള സ്ഥലത്ത് നിന്ന് ഇത് നമുക്ക് ഇളം ചൂടായിട്ട് തോന്നുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൻ്റെ മാറ്റമാണ്. അതേസമയത്ത് വെള്ളത്തിൻ്റെ മാറ്റമല്ല. വെള്ളം ഒരേ സമയത്ത് കണ്ടുവയ്ക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിലത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇനി മറ്റൊരു കാര്യം വെച്ചാൽ, എനിക്ക് ഇവിടെ ഈ പറയുന്ന കേരളത്തിൽ ഇപ്പോൾ എനിക്ക് വളരെയേറെ തണുത്ത് വിറക്കുന്ന സ്ഥലമാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നല്ല ചൂടുള്ള സ്ഥലമാണെന്നിരിക്കട്ടെ, ഒരു 4-5 മാസം കഴിയുമ്പോൾ നല്ല ചൂട് വരുമ്പോൾ എനിക്ക് അന്തരീക്ഷം മാറുന്നു. അപ്പോൾ ഇതൊന്നും നിത്യമല്ല, പക്ഷെ നമ്മുടെ ശരീരത്തിന് ഇത് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് അനുഭവിച്ചേ പറ്റൂ. തണുപ്പുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ തണുപ്പ് അനുഭവിക്കണം. അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്തെങ്കിലും കമ്പിളിക്കുപ്പായവും കാര്യങ്ങളൊക്കെ നമ്മൾ ധരിക്കും. എന്നാൽ ഹിമാലയത്തിൽ അല്ലെങ്കിൽ കാശിയിലേക്ക് പോകുമ്പോൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലും അല്ലെങ്കിൽ ജനുവരി ഡിസംബർ മാസങ്ങളിലൊക്കെ ഭയങ്കര തണുപ്പാണ്. അവിടെ എന്തായാലും നല്ലപോലെ ഈ 6 ഡിഗ്രിയൊക്കെ തണുപ്പുള്ള സമയത്ത് നമ്മൾ ഷർട്ട് ഇടാണ്ട് നടക്കുന്ന ബുദ്ധിമുട്ടാണ്. അവിടെ നമ്മൾ കമ്പിളിക്കുപ്പായ ഇട്ടിട്ട് നടക്കുക. അതേ സമയം തന്നെ ഇത് എനിക്ക് കമ്പിളിക്കുപ്പായം നമുക്ക് അഴിക്കണ്ട, ഇത് തന്നെ വേണമെന്ന് വെച്ചിട്ട് അത് തന്നെ ഇട്ടിട്ട് നേരെ കേരളത്തിലേക്ക് എത്തുന്നിരിക്കട്ടെ. കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കമ്പിളിക്കുപ്പായം നമുക്ക് പറ്റില്ല. കാരണം എന്താ? ഇവിടെ അന്തരീക്ഷം ചൂടാണ്. അപ്പോൾ ഈ ചൂടുള്ള സമയത്ത് നമുക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് എടുത്ത് ദൂരെ എറിയും. അപ്പോൾ ഇതൊന്നും നിത്യമായിട്ടുള്ളതല്ല, അത് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ആ കാലാവസ്ഥയിൽ ഉണ്ടാകുന്നതിനെ നമ്മൾ സഹിച്ചേ പറ്റൂ. അതിലിപ്പോൾ നമ്മൾ കുറ്റമായിട്ട് കാര്യമില്ല. ഹിമാലയത്തിലെത്തുമ്പോഴുള്ള തണുപ്പിനെ നമ്മൾ അതിജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കും, കഠിനാധ്വാനം. അതിനാണ് നമ്മൾ കമ്പിളിക്കുപ്പായം ഇടുന്നത്, അതിജീവിക്കാൻ വേണ്ടി. സഹിക്കണം എന്തായാലും, അതിനെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അത് ശരീരത്തിൽ നിന്ന് താങ്ങാൻ വേണ്ടി നമ്മളൊരു കമ്പിളിക്കുപ്പായിട്ട് അതിനെ അതിജീവിക്കാൻ വേണ്ടി നോക്കുന്നു. കേരളത്തിൽ ചൂട് സമയത്ത് നമ്മൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് കമ്പിളിക്കുപ്പായം പോലുള്ളതല്ല ഇടുക. നമ്മൾ പെട്ടെന്ന് ശരീരത്തിൻ്റെ തണുപ്പ് നിലനിർത്തുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കും.
നേരിയ വസ്ത്രങ്ങൾ ധരിക്കും. കാരണം വേർപ്പിനെയൊക്കെ അതിജീവിക്കണം. കാരണം വേർത്തൊഴുകുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവാത്ത വിധത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കും. ഇതൊക്കെ എന്തിനാ? അതിനെ അതിജീവിക്കാൻ പറ്റുക. പക്ഷെ അത് നമുക്ക് സഹിക്കാണ്ടിരിക്കാൻ പറ്റുക. ചൂടിനെയും സഹിക്കണം, തണുപ്പിനെയും സഹിക്കണം. അത് ആ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകുന്നതാണ്. പക്ഷെ അത് സ്ഥിരമായിട്ടുള്ളതല്ല എന്ന് ഓർക്കണം. അത് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ 6 മാസക്കാലത്തോളം മഞ്ഞിനടിയിൽ കിടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ ഉത്തരേന്ത്യയിൽ. ബദ്രിനാഥൊക്കെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞിൻ്റെ അടിയിലുണ്ടാവുക. ആ സമയത്ത് ആരും അങ്ങോട്ട് പോകില്ല. കാരണം എന്താ? നമുക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അറിഞ്ഞുകൊണ്ട് പോവില്ല. ചില ആൾക്കാർ ആ സമയത്ത് അവിടെ വസിക്കുന്ന ചില ആൾക്കാരുണ്ട്, സന്യാസി വര്യന്മാരുണ്ട്. പക്ഷെ അവരൊക്കെ അതിനെ അതിജീവിക്കുക ചെയ്യുന്നത്. അത് അവർക്ക് നിത്യവും അവിടെ അവരുടെ സാധനയിലൂടെ അതിനെ അതിജീവിച്ചു, നിരന്തരമായ പ്രവർത്തനത്തിലൂടെ അതിനെ അതിജീവിച്ചു. അവർക്ക് തണുപ്പൊന്നൊരു വിഷയമല്ല. ഐസിലൂടെ അവർക്ക് നഗ്നപാതരായിട്ട് നടക്കും. അവർ ഒരു വിഷയവുമില്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, ചില പൂജാവേളകളിൽ അഗ്നി ഇങ്ങനെ ആളിക്കത്തുമ്പോൾ ആ അഗ്നിയിലൂടെ നടക്കുന്ന മനുഷ്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് അതൊന്നും ഒരു വിഷയമല്ല. അവരതിനെ അതിജീവിക്കാനുള്ള കരുത്ത് നേടിയവരാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് അർജുനനോട് ഒരു വേദസാരം പറയുമ്പോൾ അത് നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് വലിയ അമൂല്യമായ വസ്തുവാണ്. നമ്മൾ അതിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറി നോക്കണം. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കുള്ള വിഷയം എന്താണെന്നറിയോ? ഇതേപോലെ അനിത്യമായിട്ടുള്ളതാണ് സുഖദുഃഖങ്ങൾ. സുഖദുഃഖങ്ങൾ നമുക്കറിയാം. നമുക്കൊരു പ്രശ്നം വരുന്നു, നമുക്കൊരു ദുഃഖം വരുമ്പോൾ നമ്മൾ ഭഗവാന് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ എന്താ ചെയ്യുക, എനിക്ക് മാത്രം എന്താണ് ഇത്രയേറെ ദുഃഖം എന്ന് പല ആൾക്കാരും പറയാറില്ലേ? എന്തുകൊണ്ടാണ് ഈ ദുഃഖം? ഈ ദുഃഖം നമുക്ക് ശാശ്വതമായിട്ടുള്ളതല്ല. ഇത് ഏത് നിമിഷവും ഇല്ലാതെയാകും. തണുപ്പ് മാറി ചൂട് വരുന്നത് പോലെ നമ്മുടെ ദുഃഖങ്ങൾ മാറിയിട്ട് അവിടെ സുഖം വരും. പക്ഷെ ആ ഒരു പ്രതീക്ഷ നമുക്ക് വേണം. ആ പ്രതീക്ഷ ഉണ്ടാകുന്ന സമയത്തിന് ഈ ദുഃഖത്തിനെ അതിജീവിക്കാനുള്ള പ്രവർത്തനം നമ്മൾ കാഴ്ചവെക്കണം. അങ്ങനെ അതിജീവിക്കാനുള്ള പ്രവർത്തനം കാഴ്ചവെക്കാതെ നമ്മൾ തളർന്നു പോകുന്നത് കൊണ്ടാണ് നമ്മൾ പല ആൾക്കാരും ആത്മഹത്യയിലേക്ക് പോകുന്നത്. തണുപ്പ് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ തണുപ്പ് തന്നെ ചുരുണ്ട് കിടന്ന് അവിടെ കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ മരവിച്ച് ചത്തുപോകും നമ്മൾ. ചൂട് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവശനായിട്ട് ആ ചൂടിൽ കിടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ തീർന്നു പോകും. എന്നാൽ അതിനെ അതിജീവിക്കുവാനുള്ള മാനസികാവസ്ഥയിൽ നമ്മൾ പ്രവർത്തിക്കണം. ഇവിടെ ദുഃഖം വന്ന് നമ്മൾ ഭർത്താവിനെ കൊണ്ടുള്ള ദുഃഖം, ഭാര്യയെ കൊണ്ടുള്ള ദുഃഖം, മക്കളെ കൊണ്ടുള്ള ദുഃഖം, സഹോദരങ്ങളെ കൊണ്ടുള്ള ദുഃഖം, മാതാപിതാക്കൾ ദുഃഖം വരുത്തുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ദുഃഖങ്ങളെല്ലാം വരുന്ന സമയത്ത് അയ്യോ എനിക്ക് വയ്യേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടാൻ പാടില്ല. ഇതെൻ്റെ ജീവിതത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് എപ്പോഴും ദുഃഖം മാത്രമാണ് ഉള്ളതെന്ന് നിങ്ങൾ പറയുന്നത് തെറ്റാണ്. കാരണം എന്താ അറിയാം? നിങ്ങൾ സുഖവും ഉണ്ട് എന്ന് നിങ്ങൾ അറിയാത്തതുകൊണ്ടല്ല, നിങ്ങൾക്കത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. സുഖം നിങ്ങൾക്ക് ഉണ്ടാകും. ഈ ദുഃഖം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമുണ്ടാകും. ഒരു കയറ്റം കയറുമ്പോഴാണ് ഇറക്കത്തിൻ്റെ ഇത് മനസ്സിലാവുക. എപ്പോഴും ദുഃഖം മാത്രമാണ് എന്നിട്ട് ആ ദുഃഖത്തിൽ മാത്രം ഇരിക്കുന്ന ആൾക്ക് സുഖം കിട്ടുന്നില്ല എന്നിരിക്കട്ടെ. അപ്പോൾ സുഖത്തിൻ്റെ പ്രാധാന്യം അറിയില്ല, ദുഃഖത്തിൻ്റെ പ്രാധാന്യം അറിയില്ല. എപ്പോഴും കരഞ്ഞിരിക്കുന്ന ആൾക്കാരാണെന്ന് ഇരിക്കട്ടെ, അവർക്ക് ഈ കരച്ചിൽ മാത്രമല്ല വേറൊന്നും അറിയില്ല. എന്ന് വെച്ചാൽ ഒരു കൂപമണ്ഡപം എന്നർത്ഥം. ഒരു തവള ഒരു മഴക്കാലത്ത് വെള്ളത്തിലൂടെ ഒഴുകിയിട്ട് ഒരു കിണറ്റിൽ വീണുപോയി. ആ കിണറ്റിൽ വീണ സമയത്ത് അവിടെ കുറേ തവളകളുണ്ടായിരുന്നു. ആ തവളകൾ ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ആ തവള പറഞ്ഞു, ഞാൻ ഒഴുകി വന്ന തവള പറഞ്ഞു, ഞാനൊരു കുളത്തിൽ നിന്നാണ് വരുന്നത്. കുളമോ? അതെന്താ സാധനം? അത് ഈ പറയുന്ന ഇത്ര ദൂരം വെള്ളമുള്ളതാണോ? മറ്റൊരു വലിയൊരു ചാട്ടം ചാടി നോക്കി. ഇത്രയും ദൂരമുള്ള, ഇത്രയും വീതിയിലുള്ള അല്ലെങ്കിൽ ഇത്രയും വലിപ്പത്തിലുള്ള വെള്ളമാണോ? അപ്പോൾ ഈ പുറത്തുനിന്ന് വന്ന തവള പറഞ്ഞ്, അയ്യോ അങ്ങനെയൊന്നുമില്ല, ഈ കിണറിനേക്കാളും എത്രയോ വലിയതാണ്, ഒരുപാട് കിണറുകൾ ചേർന്നതാണ് ഈ കുളം എന്ന് പറഞ്ഞു. ഇവരിത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരെന്താ വെച്ചാൽ ഈ എല്ലാവരും കൂടി ഈ തവളയെ ശരിപ്പെടുത്തി കളഞ്ഞു, കളവ് പറയുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അവരത് കണ്ടിട്ടില്ല. അന്ധനായ ഒരാൾക്ക് വെളിച്ചത്തെക്കുറിച്ച് പറഞ്ഞാൽ അറിയില്ല. ഗുരു എന്ന് പറയുന്ന സിനിമയിൽ സുരേഷ് ഗോപിയുടെ കഥാപാത്രം, അയാൾ കണ്ണിൽ വെളിച്ചം തട്ടി ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അയാൾ പിന്നീട് അന്ധനായി പോയതാണ്. അയാൾക്കറിയാം ഇവിടെ ഇങ്ങനെ വെളിച്ചമുണ്ട്, ഇവിടെ കായ്കനികളുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇവിടെ പ്രകൃതിയിൽ നിരവധി സാധനങ്ങൾ കാണാനുണ്ട് എന്നറിയാം. പക്ഷേ ആ വെളിച്ചം ഇതുവരെ കാണാത്ത ഒരാൾക്കാർക്ക് അവർക്ക് ഇരുട്ടെന്താണെന്നും അറിയില്ല, വെളിച്ചം എന്താണെന്നും അറിയില്ല. ഇത്തരത്തിലാണ് നമ്മളുള്ളത്. നമ്മൾക്ക് ദുഃഖം എന്താണെന്നും സുഖം എന്താണെന്നും അറിയണമെങ്കിൽ ഇത് രണ്ടും നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ദുഃഖം വരുമ്പോൾ അയ്യോ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദുഃഖം അനുഭവിക്കുന്നില്ല. ഈ ദുഃഖം നമ്മൾ അനുഭവിക്കുമ്പോഴാണ് അതിനേക്കാളും ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാർ താഴെക്കിടയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ദുഃഖത്തെക്കാളും, കാരണം നമ്മുടെ ദുഃഖം മാത്രമല്ല മറ്റുള്ളവരുടെ ദുഃഖവും കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം.
നമ്മുടെ ദുഃഖം മാത്രം കാണുമ്പോൾ നമുക്കൊന്നും അറിയില്ല. നമ്മൾ മറ്റുള്ളവർ പറയുന്നതും കൂടി അവരോടും കൂടി നമ്മൾ കേൾക്കാൻ തയ്യാറാകുമ്പോൾ നമ്മളെക്കാളും ദുഃഖം അനുഭവിക്കുന്നത് ആൾക്കാർ അവിടെയുണ്ട്. അപ്പോൾ എൻ്റെ ദുഃഖം ഒന്നുമല്ല, എനിക്ക് അത് അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ സുഖത്തിലാണ്. എനിക്കൊരു കാലില്ല, ഞാൻ അംഗവൈകല്യം കാലില്ലാണ്ട് ഞാൻ ഇങ്ങനെ മുടന്ന് നടക്കുകയാണെങ്കിൽ ഞാൻ വിചാരിക്കും ഭഗവാനെ ഞാൻ എന്തൊരു ദുഃഖമാണ് അനുഭവിക്കുന്നത് ഈ കാലില്ലാത്തത് കൊണ്ട്. എന്നെപ്പോലെ ദുരിതം അനുഭവിക്കുന്ന വേറെ ആരാ ഉള്ളത് എന്ന് ചിന്തിച്ച് നോക്കുമ്പോഴാണ് നമ്മൾ കുറച്ച് ദൂരത്തേക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ 2 കാലുമില്ലാതെ ഒരാൾ ചന്തിയിട്ട് നിരങ്ങി വരുന്നത്. എന്നേരാണ് ഇദ്ദേഹത്തിനൊന്നും ഞാൻ എന്തൊരു ഭാഗ്യവാനാണ്, അവന് 2 കാലും ഇല്ലാതെ ചന്തിയിട്ട് നിരങ്ങിയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ എനിക്ക് 1 കാലല്ലേ പോയിട്ടുള്ളൂ ഭഗവാൻ, ഞാൻ അവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സുഖത്തിലാണ്, എനിക്കാണ് സുഖം, അവനാണ് നരകം. അവൻ ചിന്തിക്കുന്നത് എന്താണ്, എനിക്ക് 2 കാലുമില്ലല്ലോ ഭഗവാനെ എന്ന് ചിന്തിക്കുമ്പോൾ സമയത്ത് 2 കൈയും കൂടി ഇല്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ദുഃഖമല്ല, അതിനേക്കാളും ദുഃഖം അനുഭവിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ദുഃഖം സ്ഥായിയല്ല. ഇതൊക്കെ ഒരാളെ കാണുമ്പോൾ നമ്മുടെ ദുഃഖം, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ സുഖമായി തീരുന്നു. നമ്മൾ അനുഭവിക്കുന്നത് സുഖമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അവിടെ. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഒരാളെടുത്ത് പറയുകയാണ്, എനിക്ക് ഇങ്ങനെ ദുഃഖമുണ്ട്, എൻ്റെ മക്കളാണെങ്കിൽ ഇങ്ങനെയാണ്, എൻ്റെ ഭർത്താവാണെങ്കിൽ ഇങ്ങനെയാണ്, എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്, ഇങ്ങനെ നമ്മൾ പറയുന്ന അവസരത്തിൽ അവർ ചുറ്റുവട്ടത്തിലുള്ള കുറേ ഉദാഹരണങ്ങൾ, കൗൺസിലിങ്ങിനെല്ലാം പോകുമ്പോൾ അവരതാ ചെയ്യും. ചുറ്റുവട്ടത്തിലുള്ള മറ്റ് ഒരുപാട് ദുരിതം അനുഭവിക്കുന്നവരെ കാണിച്ചു കൊടുക്കും. നിങ്ങളുടെ മക്കൾ ഇങ്ങനെയാണെന്നല്ലേ പറഞ്ഞത്, നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്നാൽ ഈ മാതാവിൻ്റെ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ മക്കൾ എന്ന് പറഞ്ഞാൽ നിത്യവും ലഹരിക്കടിപ്പെട്ട് വന്നിട്ട് ഈ അമ്മയെയും അച്ഛനെയും ഇടിക്കുകയും തൊഴിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഈ അച്ഛനെ അടിച്ചിട്ട് ഇപ്പം ഹോസ്പിറ്റലിൽ ICUയിൽ കിടക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ദുഃഖമില്ല, അയ്യോ എൻ്റെ മക്കളിങ്ങനെ ഒന്നും ചെയ്യില്ല, അവർ ചെറിയ ചെറിയ വർത്തമാനം പറയും, കൃത്യസമയത്ത് വീട്ടിൽ വരെ ലഹരി ഉപയോഗിക്കുന്നതല്ലാണ്ട് വേറെ ഒരു ദോഷവും നമുക്കില്ല. പക്ഷെ എന്തൊരു ഭാഗ്യമാണ് ഞാൻ ചെയ്തത്, ഉറപ്പല്ലേ? അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ ദുഃഖമാണ് നമ്മൾ ഏറ്റവും വലുതെന്ന് നോക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ അത് നമ്മുടെ ദുഃഖം നമുക്ക് സുഖമാകുന്നു, അവർക്കത് ദുഃഖമായി തീരുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് വേണം, നമ്മൾ താഴേക്കടയിലേക്ക് നോക്കണം. അങ്ങനെ താഴേക്കടയിൽ നോക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ ഇല്ലാതെയാകും, നമ്മുടെ സുഖങ്ങൾക്ക് വർദ്ധിക്കും, സുഖങ്ങളുണ്ടാവും. എന്നാൽ ഇവിടെ ചിന്തിക്കേണ്ടത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ദുഃഖങ്ങളൊന്നും തന്നെ ശാശ്വതമായിട്ടുള്ള ദുഃഖമല്ല. ഈ ദുഃഖങ്ങളൊന്നും ശാശ്വതമല്ല, അതൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇന്ന് ഒരു ദുഃഖമുണ്ടെങ്കിൽ നാളെ അത് സുഖമായി തീരും. നേരത്തെ ഞാൻ പറഞ്ഞ തരത്തിൽ മാത്രമല്ല, നേരത്തെ വേറൊരാളുടെ ദുഃഖം കേൾക്കുമ്പോഴാണ് നമുക്കത് സുഖമായി തോന്നുന്നത്. എന്നാൽ അതല്ലാതെ തന്നെ നമുക്ക് എന്തുണ്ട്, ഈ ദുഃഖങ്ങളൊക്കെ മാറിയിട്ട് സന്തോഷകരമായൊരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാകും. ഈ തരത്തിലും മറ്റുള്ള തരത്തിലും ഉണ്ടാകും. ആ ഒരു പ്രത്യാശ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ഈ ദുഃഖം വരുന്ന സമയത്ത് നീ അത് സഹിച്ചേ പറ്റും, അതുപോലെ സുഖം വരുമ്പോഴും നീ അത് സഹിക്കണം. പക്ഷേ സുഖം വരുന്ന സമയത്തൊന്നും നമ്മൾ മതി മറക്കരുത്. നമ്മൾ ചിന്തിക്കും, മറ്റുള്ളവരുടെയൊക്കെ നോക്കി പറയും, നിന്നെക്കാളും കേമൻ ഞാനാണ്, എനിക്കെന്താണ് ബുദ്ധിമുട്ട്, എനിക്ക് നിന്നെക്കാളും നല്ല വീടുണ്ട്, നിന്നെക്കാളും നിനക്ക് വാഹനമില്ല, പക്ഷേ എനിക്ക് സ്കൂട്ടറുണ്ട്, അതുപോലെ തന്നെ എനിക്ക് നല്ല വീടുണ്ട്, എനിക്ക് നല്ല ജോലിയുണ്ട്, എനിക്ക് നല്ല വരുമാനമുണ്ട്, നിന്നെക്കാളും കേമൻ ഞാനാണ് എന്നുള്ള ചിന്ത, ഞാനാണ് സുഖം അനുഭവിക്കുന്നത്. എന്നാൽ ഇവൻ കുറച്ചും കൂടി അപ്പുറത്തുള്ള വേറൊരാളെ കാണുമ്പോഴാണ്, എനിക്ക് സ്കൂട്ടറിലുള്ളൂ, അവന് കാറുണ്ട്, ഭഗവാനെ എന്നെക്കാളും കേമനാണല്ലോ, എൻ്റെത് കോൺക്രീറ്റ് വീടാണെങ്കിൽ അവൻ്റെ 2 നില വീടാണ് അവനുള്ളത്, എൻ്റെ ബാങ്ക് ബാലൻസ് 5 ലക്ഷമാണെങ്കിൽ അവനുള്ളത് 1 കോടി രൂപയാണ് ബാങ്ക് ബാലൻസ്, അപ്പം ഞാൻ ഒന്നുമല്ല, അതെനിക്ക് ദുഃഖമായി തീരുക. ഇത്രയും കാലം ഞാൻ ഇങ്ങനെ അഹങ്കരിച്ചില്ലേ, ഇപ്പോൾ ഞാൻ എവിടെയാണുള്ളത് എന്ന് ചിന്തിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സുഖത്തിൽ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കല്ല വേണ്ടത്. ഈ സുഖം ശാശ്വതമല്ല എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കണം. ഈ സുഖം എപ്പോഴും ദുഃഖത്തിലേക്ക് വരാം. അപ്പോൾ സുഖവും ദുഃഖവും പ്രതീക്ഷിച്ചു കൊണ്ടുവേണം നമ്മൾ ഓരോ ചുവടും മുന്നോട്ട് വെക്കാൻ. ഒരു യാത്ര പോകുന്ന ഒരാൾ മുന്നിൽ കല്ലുകളുണ്ടാവാൻ നടന്നിട്ട് പോവുകയാണ്, ഇരുട്ടത്ത് പോവുകയാണ്. അപ്പോൾ അവൻ എപ്പോഴും പ്രതീക്ഷിക്കും, ഒരു ടോർച്ച് കയ്യിലുണ്ടെങ്കിൽ അവൻ ശ്രദ്ധിച്ചിട്ടാണ് മുന്നോട്ട് പോവുക. കാരണം എന്താ, അവിടെ പാമ്പുണ്ടാകുമോ, കല്ലുണ്ടാകുമോ, മുള്ളുണ്ടാകുമോ, കുഴിയുണ്ടാകുമോ, വഴുക്കലുണ്ടാകുമോ, തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് വളരെ ശ്രദ്ധയോടുകൂടി അവൻ നടക്കും. ഇരുട്ടത്ത് യാത്ര ചെയ്യുമ്പോൾ കയ്യിൽ ടോർച്ച് ഉണ്ടാവും, ശ്രദ്ധിച്ചു പോകും. ഇവിടെ നമ്മൾ ജീവിതമാകുന്ന യാത്രയിൽ നമ്മുടെ കയ്യിലുള്ള ടോർച്ച് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇത്തരത്തിലുള്ള ചിന്തകളാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മൾ ഓരോ ആൾക്കാരും ചിന്തിക്കേണ്ട വെച്ചാൽ, നമ്മുടെ ഈ യാത്രയിൽ സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊന്നും ശാശ്വതമല്ല. ഇതിനെ തരണം ചെയ്യാൻ നമുക്ക് കഴിയണം. ഇപ്പം നമ്മൾ ദുഃഖം തോന്നുന്ന സമയത്ത് അതൊന്നും വിഷയമല്ല, ഇതിനേക്കാളും വലിയ ദുഃഖങ്ങൾ എനിക്ക് വരാനുണ്ട് എന്ന് മാത്രമല്ല, ഇതിനേക്കാളും വലിയ ദുഃഖം വരാനുണ്ടെന്ന് മാത്രമല്ല, ഇതൊന്നും ശാശ്വതമല്ല, എനിക്ക് സുഖം വരും, ഈ ദുഃഖങ്ങൾ ഇല്ലാതെയാകും, സുഖം വരും എന്നുള്ളൊരു പ്രത്യാശ നമുക്കുണ്ടാവണം.
സുഖമുള്ളവൻ അതിൽ മതമാർക്കുന്നതിന് പകരം ഈ സുഖം ശാശ്വതമല്ല, ഏത് നിമിഷവും എനിക്കൊരു ദുഃഖമുണ്ട് എന്നുള്ള പ്രതീക്ഷയോടുകൂടി വേണം ജീവിതത്തിൽ ഓരോ ചുവട് മുന്നോട്ട് വെക്കാൻ. അതുകൊണ്ട് ഒരിക്കലും അഹങ്കരിക്കുകയോ ഒരിക്കലും അമിതമായി ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല. ഈ അവസരത്തിൽ നമ്മൾ സഹിച്ചേ പറ്റൂ. ശീതോഷ്ണങ്ങളെ നമ്മൾ സഹിക്കുന്നത് പോലെ തന്നെ സുഖദുഃഖങ്ങളെയും നമുക്ക് സഹിച്ചേ പറ്റൂ. അതിനെ നമ്മൾ ഒരിക്കലും അതിജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലാതെ അതിനെ നമ്മൾ പിന്തിരിഞ്ഞോടരുത്, ആത്മഹത്യയിലേക്ക് പോകരുത്. ഇതിനെ സധൈര്യം നേരിടാനുള്ള മാനസികമായ കരുത്താണ് നമുക്കുണ്ടാവേണ്ടത്. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഒരു വിഷമമില്ല. എന്താണ് വേണ്ടത്? അതിന് പൂർണ്ണമായിട്ട് നമ്മൾ ഈശ്വരങ്കിൽ സമർപ്പിക്കുക. ഇതൊന്നും ഒരു വിഷയമല്ല. ഈ ദുഃഖമൊന്നും ഇപ്പോഴുള്ളത്, ഇതിനേക്കാളും വലിയ ദുഃഖം എനിക്ക് ഉണ്ടാവാനുണ്ടത്രേ. അപ്പോൾ നമ്മൾ ദുഃഖം വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, ഭഗവാൻ ഈ ദുഃഖങ്ങളൊക്കെ താങ്ങാനുള്ള കരുത്ത് എനിക്ക് ഉണ്ടാക്കി തരണേ എന്നുള്ള പ്രാർത്ഥന. സുഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഭഗവാൻ എനിക്ക് അഹങ്കാരം തോന്നല്ലേ, ഈ സുഖങ്ങളൊന്നും ശാശ്വതമാവില്ല, പക്ഷേ ഈ സുഖത്തിൽ എനിക്ക് അഹങ്കാരം തോന്നല്ലേ, മറ്റുള്ളവർക്കും ഈ സുഖത്തിൻ്റെ പങ്ക് കൊടുക്കാൻ എനിക്ക് തോന്നണേ എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ശ്രേഷ്ഠന്മാരായി. അപ്പോൾ സുഖദുഃഖങ്ങളൊക്കെ ശാശ്വതമല്ല, അത് അനിത്യങ്ങളാണ്, അതൊക്കെ മാറി മറിഞ്ഞും കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ സഹിച്ചേ പറ്റൂ. അത് സഹിക്കുവാനുള്ള മാനസികമായ കരുത്താണ് നമുക്കുണ്ടാവേണ്ടത്. ഇവിടെ അർജുനോട് കൃഷ്ണൻ പറയുന്നതും അത് തന്നെയാണ്. ഇവിടെ കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒക്കെ മാറി മറിയുന്നത് പോലെ ദേഹാന്തരപ്രാപ്തിയും വന്നു. അതേപോലെ തന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരാൾക്കുണ്ടാവുന്നതാണ് സുഖദുഃഖങ്ങളായിട്ടുള്ളത്. അതും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും, അതും ശാശ്വതമല്ല. അപ്പോൾ നമ്മൾ ഈ ശാശ്വതമല്ലാത്ത ദുഃഖത്തിൻ്റെ പേരിൽ നമ്മൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? അതിൻ്റെ പേരിൽ എന്തിനാണ് ദുഃഖിക്കുന്നത്? ശാശ്വതമല്ലാത്തൊരു ദുഃഖമാണ്, ശാശ്വതമല്ലാത്ത സുഖമാണ്. ഇതിൻ്റെ പേരിൽ നമ്മൾ വ്യാകുലതപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മാറിക്കൊള്ളും. നമ്മളത് മനസ്സിൽ കൊടുക്കുകയും വേണ്ട. വീട്ടിലൊരു വിഷയമുണ്ട്, ആ വിഷയത്തിൻ്റെ പേര് ജീവിതകാലം മുഴുവൻ ഭാര്യയോടും ഭർത്താവിനോടും മിണ്ടാതിരിക്കാറുണ്ടോ? അല്പം കഴിഞ്ഞ് അത് മാറും എന്നുള്ള വിശ്വാസത്തിൽ വേണം. അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. തണുപ്പുള്ള സമയത്ത് അതിനെ അതിജീവിക്കാൻ വേണ്ടി കമ്പിളി എടുത്ത് പുതക്കുന്നത് പോലെ, ചൂടുള്ള സമയത്ത് നമ്മൾ കമ്പിളി മാറ്റിയിട്ട് നേർത്ത വസ്ത്രം ധരിക്കുന്നത് പോലെ, നമുക്ക് ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കുവാനുള്ള നല്ലൊരു മനസ്സ്, ഭഗവാൻ ഇത് താങ്ങാനുള്ള കരുത്തുണ്ടാകണേ. ഇതിനേക്കാളും വലുതെനിക്കുണ്ടാകാനുണ്ട് ദുഃഖങ്ങൾ. സുഖങ്ങൾ വരുന്ന സമയത്ത് ഈ സുഖങ്ങളൊന്നും ശാശ്വതമല്ല, ഇത് ഏത് നിമിഷവും നഷ്ടപ്പെടുമെന്നുള്ളതാണ് അതിനെ അതിജീവിക്കാനുള്ള വഴികൾ. ആ ചിന്തയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എത്ര വലിയ പ്രശ്നങ്ങളെയും അതിജീവിക്കാനും, ആത്മഹത്യ എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാവില്ല. ഇത് നിങ്ങൾ മാത്രം പഠിച്ചത് കൊണ്ട് കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണം. ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ ഭഗവത്ഗീതയിൽ ഇത്രയും ശ്രേഷ്ഠമായ സന്ദേശമാണുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, കാരണം വെച്ചാൽ ഒരൊറ്റ ശ്ലോകം മതി നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനെന്ന്. ഈ ഒരു ശ്ലോകം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഒരൊറ്റ ശ്ലോകം കൊണ്ട് തന്നെ നമ്മുടെ ആത്മഹത്യ ഇല്ലാതാക്കാൻ പറ്റും, ജീവിതം ധന്യമാക്കാൻ പറ്റും. അപ്പോൾ ഒരു ശ്ലോകം മാത്രം പഠിച്ചാൽ പോലും അത്രയും കേമമാണ്. അതുകൊണ്ട് ഭഗവത്ഗീതയ്ക്ക് പരമാവധി പ്രചരണം നമ്മൾ കൊടുക്കണം. പരമാവധി നമ്മുടെ മക്കൾക്കും അതുപോലെ കുടുംബാംഗങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും സഹോദരങ്ങൾക്കും അതുപോലെ അയൽവാസികൾക്കെല്ലാം എല്ലാം തന്നെ നമുക്കറിയാവുന്ന എല്ലാവരിലേക്കും ഭഗവത്ഗീതയുടെ ശ്രേഷ്ഠമായ സന്ദേശം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനായിട്ട് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആൾക്കാർക്ക് ഷെയർ ചെയ്താലും മതിയാകും. ഏതായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.